തിരുവനന്തപുരം നഗരത്തിൽ അതിദാരുണമായൊരു സംഭവമുണ്ടായി. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ആമിഴഞ്ചാൻ തോട് കടന്നുപോകുന്ന റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്ത് കാലങ്ങളായി കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ മാലിന്യം നീക്കാൻ തയ്യാറായിരുന്നില്ല. റെയിൽവേയിൽ നിന്നുള്ള മാലിന്യമടക്കം ഈ തോട്ടിൽ തള്ളുന്നുമുണ്ടായിരുന്നു. എന്നാൽ കോർപ്പറേഷൻ നിരന്തരമായി നോട്ടീസ് നൽകിയതിനെ തുടർന്ന് റെയിൽവേയുടെ അധീനതയിലുള്ള തോടിന്റെ ഭാഗം ശുചീകരിക്കാൻ വേണ്ടി റെയിൽവേ കരാർ തൊഴിലാളികൾ ശുചീകരണ പ്രവൃത്തിക്കായി എത്തുകയും ചെയ്തു. എന്നാൽ യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെ മാലിന്യം നിറഞ്ഞ വലിയ തോട്ടിലേക്ക് ഈ തൊഴിലാളികളെ റെയിൽവേ ഇറക്കിവിടുകയായിരുന്നു. അതിന്റെ ഭാഗമായി ജോയ് എന്ന തൊഴിലാളി ഒഴുക്കിൽപ്പെടുകയും റെയിൽവേ സ്റ്റേഷന്റെ അടിയിലേക്കുള്ള തോടിന്റെ ഭാഗമായ ടണലിലേക്ക് എത്തുകയും മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിസാഹസികവും കഠിനവുമായ രക്ഷാപ്രവർത്തനമാണ് ജോയിയെ ജീവനോടെ ലഭിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്. ആ രക്ഷാപ്രവർത്തനത്തിന് രാപ്പകലില്ലാതെ നേതൃത്വം നൽകിക്കൊണ്ട് തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. സംഭവമുണ്ടായ ഉടൻ സ്ഥലത്തെത്തിയ അവർ പാതിരാവോളം ആ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മുന്നിൽ തന്നെ നിന്നു. 3-ാം ദിവസമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വളരെ ആത്മാർത്ഥമായി രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിച്ച മേയർ ഇത്ര പരിശ്രമിച്ചിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ലല്ലോ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. മനുഷ്യ സഹജമായ, മാനവികമായ, അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ മനുഷ്യത്വം മരവിക്കാത്ത ആർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന കണ്ണുനീരാണ് അതെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് സാക്ഷികളായ ഏവർക്കും അറിയാം. എന്നാൽ ആ കണ്ണീരിനെ സൈബർ ലോകത്തെ ക്രിമിനൽ ഗുണ്ടാ സംഘമായ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും സൈബർ കൂട്ടങ്ങൾ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടാണ് പറയുന്നത്, ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഉള്ളിൽ നന്മയുണ്ടാകണം, മാനവികതയുണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങൾക്ക് ആ കരച്ചിലിന്റെ അർത്ഥം മനസ്സിലാവില്ല. ആമിഴഞ്ചാൻ തോട്ടിലെ അപകടത്തെ തുടർന്ന് എത്ര ആത്മാർത്ഥമായാണ് മേയർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും പ്രതീകമാണത്. കോട്ടയം കുഞ്ഞച്ചന്മാരുടെ സൈബർ തെമ്മാടികൾക്ക് അത് മനസ്സിലാവില്ല എന്നുള്ളതിലാണ് മേയറും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം.